എല്ലാവർക്കും നമസ്കാരം. സ്നേഹമുള്ളവരെ, ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഞാൻ ഇന്നോട് നിൽക്കുക. കാരണം നവ്യ 2026 ഈ കുടുംബ സംഗമത്തിലേക്ക് ഇന്ന് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികൾ, അങ്കമാലിയുടെ ആദരണീയനായ MLA, നമുക്കറിയാം ഏതൊരു കാര്യത്തിലും വളരെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ എന്നും എപ്പോഴും ഏതൊരു അങ്കമാലിക്കാരൻ്റെ അല്ലെങ്കിൽ ആരുടെയും കൂടെ നിൽക്കുന്ന ഒരു വളരെ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ റോജി എം ജോൺ. ഉടനെ തന്നെ ഇനിയിപ്പോൾ ഇലക്ഷനാണ് വരുന്നത്. വളരെയേറെ തിരക്കുകളൊക്കെ MLAക്ക് ഉണ്ട് എങ്കിലും കൃത്യം 4 മണിക്ക് തന്നെ ഇവിടെ കൃത്യമായി എത്തിച്ചേർന്നു. MLAയോടുള്ള ഞങ്ങളുടെ എല്ലാ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ബേക്കറി വ്യവസായത്തിന് ഈ GSTയുടെ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ 18% നിന്ന് 5% കുറയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം പല സമയത്തും പല കാര്യങ്ങൾക്കും ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി തുടങ്ങിയുള്ള മന്ത്രിമാരെ കാണുവാനും അതിന് ഓരോ മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന, എപ്പോഴും കൂടെ നിൽക്കുന്ന ആദരണീയനായ MLA ഞാൻ ആദ്യമേ തന്നെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വികാരി അച്ഛനുണ്ട്, കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട്, അതുപോലെ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന മേഴ്സറീസിൻ്റെ ഉടമ ശ്രീ ജോസഫ് കടമ്പങ്കാട്ടിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാരുണ്ട്. മൂത്ത സഹോദരൻ ആരോഗ്യ പ്രശ്നങ്ങളാലാണ് ചേട്ടൻ വരാതിരുന്നത്, ചേട്ടൻ ഹോസ്പിറ്റലായതുകൊണ്ടാണ്. അതുപോലെ ജോർജ് സാറുണ്ട്. ബേക്ക് വൺ എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റോയൽ നൌഷാദും സംസ്ഥാന സെക്രട്ടറി ശ്രീ കുമാർ ഇവിടെ എത്തിച്ചേർന്നുണ്ട്, വേദിയിലേക്ക് വരണം. അതുപോലെ തന്നെ ശ്രീ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ശ്രീ റഷീദ്, അദ്ദേഹവും ഉടനെ എത്തിച്ചേരും. എല്ലാവർക്കും ശ്രീ കുമാറിനുള്ള സ്വാഗതവും ഞാൻ ആശംസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, 84 കറുകുറ്റിയിൽ 6 ജീവനക്കാരുമായി ആരംഭിച്ച ഈ നവ്യ ബേക്കറി എന്ന കൊച്ചു സ്ഥാപനം ഇന്ന് എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ മാത്രമായി പ്രവർത്തിച്ച് ഈ കഴിഞ്ഞ വർഷം വരെ വന്നിരുന്നതാണ്. കഴിഞ്ഞ വർഷമാണ് കോട്ടയം, ഇടുക്കി ജില്ലയിലും സ്ഥാപനങ്ങൾ തുടങ്ങിയത്. 6 ജീവനക്കാരുമായിട്ടാണ് ആരംഭിച്ചതെങ്കിൽ ഇന്ന് 1000-ൽ പരം ജീവനക്കാർ ഈ നവ്യയുടെ കുടുംബത്തിലുണ്ട്. ഒത്തിരിയേറെ സ്നേഹവും സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ കറുകുറ്റി എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഈ ബേക്കറി 6 ജീവനക്കാരുമായിട്ട് എൻ്റെ ചേട്ടന്മാരും അപ്പനും കൂടി ആരംഭിച്ചത്. അപ്പൻ്റെ സപ്പോർട്ടോടുകൂടി ചേട്ടന്മാർ ആരംഭിച്ചത്. ഒരു വാടകഘട്ടത്തിൽ തുടങ്ങി ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി. അതിനുശേഷം പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങി മുന്നോട്ട് പോയി. നമ്മുടെ ബിസിനസ്സിൽ ഒരു കാലത്ത് മറ്റൊരു ബേക്കറിക്കാരെ കണ്ടാൽ മിണ്ടാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ ബേക്ക് വണ്ണിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റോയൽ നൌഷാദും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ബേക്കറിക്കാരുടെ സംഘടന, ബേക്കറിക്കാരെല്ലാം ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് ബേക്കറിയുടെ ജീവനക്കാരും ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ എപ്പോഴും ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നത് ആരോഗ്യകരമായ കോമ്പറ്റീഷനാണ് ഞങ്ങൾ നടത്തുക. മറിച്ച് പണ്ട് ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയല്ല ഇന്നുള്ളത്. ഞാനും എൻ്റെ ജീവനക്കാരോടും പറയുന്നതും അത് തന്നെയാണ്.
നമ്മൾ എപ്പോഴും വളരണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, നാളെ നിങ്ങൾ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. ഞാൻ ഈ ബേക്കറിയുടെ, ഈ സ്ഥാപനത്തിൻ്റെ ഒരു പങ്കാളിയാണ്, പാർട്ട്ണറാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഉള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആൻഡ് സർവീസ്, അതുമാത്രമാണ് ഞങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ഓരോ ജീവനക്കാരോടും പറഞ്ഞു കൊടുക്കുക. ജീവനക്കാരുടെ കാര്യങ്ങളിലായാലും കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതായ വേതനം കൊടുക്കുക, മറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുക, അവരുടെ ബുദ്ധിമുട്ടിൽ അവരോടൊപ്പം ആയിരിക്കുക, അവരെ കൂടെ ചേർത്ത് നിർത്തുക. ഇന്ന് നവ്യ എവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ നിന്നും ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ നിർത്തിപ്പോയവർ, ഒത്തിരിയേറെ കഷ്ടപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഇനിയും ഈ നവ്യ കുടുംബത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് ധാരാളം ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ നവ്യ ഇനിയും കേരളത്തിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ക്വാളിറ്റിയുള്ള ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറ്റുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. മായമില്ലാത്ത, ഒരു കലർപ്പില്ലാത്ത നല്ല ഭക്ഷണം നാളേക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഞങ്ങളുടെ ചിന്തയും ആഗ്രഹവും. ദൈവം അതിനെല്ലാം ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. കാരണം നമ്മൾ കണക്ക് കൂട്ടുന്നതല്ല നാളെ സംഭവിക്കുക. ഇപ്പം നമ്മൾ നികുതി അടയ്ക്കുന്ന കാര്യത്തിലായാലും 100% ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനും കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായി നികുതി അടയ്ക്കുക. ഓരോ കാര്യങ്ങളും നമ്മൾ സത്യസന്ധമായി ചെയ്യുമ്പോൾ ബിസിനസ് തന്നെ വളരുക തന്നെ ചെയ്യും. അത് തന്നെയാണ് എനിക്ക് എൻ്റെ ജീവനക്കാരോടും സഹപ്രവർത്തകരോടും പറയാനുള്ളത്. നമ്മുടെ കുടുംബങ്ങളും അങ്ങനെയാണ് വളരുക. നമ്മുടെ മക്കൾ പഠിച്ച് നല്ല നിലയിലെത്തും. അതുപോലെ നമ്മുടെ ജീവനക്കാരുടെ മക്കൾക്ക് ESI ഉള്ളവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു വർഷം 400 സീറ്റ് ESI ഉള്ളവർക്ക് മെഡിസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ 200 സീറ്റുകളും ഈ കേരളത്തിൽ നിന്നുള്ള ജീവനക്കാരുടെ മക്കളാണ് കരസ്ഥമാക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു കുട്ടിക്ക് 100% അർഹതപ്പെട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ അവരുടെ ഒരു അറിവില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അവരെ വേണ്ട രീതിയിൽ അറിയിക്കാഞ്ഞത് കൊണ്ടായിരിക്കാം ആ മെഡിസിനുള്ള സീറ്റ് നഷ്ടപ്പെട്ടത്. ശരിക്കും അവർക്ക് കിട്ടുകയായിരുന്നെങ്കിൽ ഒരു വർഷം 25,000 രൂപ മാത്രമേ ചെലവുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് 100% ഡോക്ടറാവുക മാത്രമല്ല, നല്ല കൃഷിക്കാരാകുവാനും നല്ല എഞ്ചിനീയർ ആകുവാനും സമൂഹത്തിൽ നല്ല ഒരു പൗരനാകുവാനും നല്ല ഒരു സംരംഭകരായി മാറുവാനും അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയും ഇതുപോലെ ധാരാളം നവ്യം പ്രോഗ്രാമുകൾ ഉണ്ടാകുവാൻ ഇടവരുത്തട്ടെ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. MLAക്ക് പോകുവാൻ, വേറെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ വളരെയേറെ തിരക്കുകളുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വന്ന എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.